ഇന്നത്തെ അറിയിപ്പുകൾ. പാചകവാതക സിലിണ്ടർ ഇനി സ്വിഗ്ഗിയിലും ലഭ്യമാകും. സ്വിഗ്ഗിയും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും കൈകോർക്കുന്നു. പാചകവാതക സിലിണ്ടറുകൾ ഉപഭോക്താക്കളുടെ വീടുകളിൽ എത്തിക്കുന്നതിനായി സ്വിഗ്ഗിയും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും കൈകോർക്കുന്നു. ഇ കൊമേഴ്സ് ആപ്പ് വഴി രാജ്യത്ത് ഇതാദ്യമായാണ് ഇത്തരമൊരു ഡെലിവറി സർവീസ് ആരംഭിക്കുന്നത്. സാധാരണ ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാം സിലിണ്ടറുകൾക്ക് പകരം 5 കിലോഗ്രാം 10 കിലോഗ്രാം സിലിണ്ടറുകളാണ് വീട്ടിലെത്തിച്ചു നൽകുകയെന്ന് കമ്പനികൾ അറിയിച്ചു. ഈ സിലിണ്ടറുകൾ വാങ്ങാൻ ഉപഭോക്താക്കൾക്ക് നിലവിൽ HP ഗ്യാസ് കണക്ഷൻ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. ആദ്യഘട്ടത്തിൽ ബംഗളൂരിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന ഈ സേവനം പിന്നീട് മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കും. വിലവിവരങ്ങൾ കമ്പനികൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് ജൂലൈ 17 മുതൽ ആരംഭിക്കും. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ്. 2025 ഡിസംബർ 31 മുൻപ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കളും നിർബന്ധമായും മസ്റ്ററിംഗ് ചെയ്യണം. ഓഗസ്റ്റ് 30 മുൻപ് പെൻഷൻ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങളിൽ വെച്ച് പൂർത്തീകരിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. കേരളത്തിലെ കപ്പൽ നിർമ്മാണ മേഖലയിൽ വൻ നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് $100 കോടി നിക്ഷേപിക്കാനുള്ള പദ്ധതിക്ക് അനുമതി തേടിയതായി മുഖ്യമന്ത്രി VD സതീശൻ. ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി VD സതീശന്റെ വെളിപ്പെടുത്തൽ. ടാറ്റ ഗ്രൂപ്പ് $100 കോടി നിക്ഷേപം നടത്താനാണ് അനുമതി തേടിയത്. ടാറ്റയുടെ നിർദ്ദേശം സർക്കാർ ഗൗരവമായി പരിഗണിക്കുകയാണെന്നും 1 മാസത്തിനുള്ളിൽ ഇതിന് അംഗീകാരം നൽകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതിക്കാവശ്യമായ സ്ഥലം സർക്കാർ വിട്ടുനൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ ശേഷി അതിവേഗം വർദ്ധിപ്പിക്കാനും ആഗോള സമുദ്ര വ്യാപാരത്തിൽ രാജ്യത്തിന്റെ സ്ഥാനം ഉറപ്പിക്കാനുമുള്ള കേന്ദ്ര നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ നിക്ഷേപത്തെ കാണുന്നത്. വിഴിഞ്ഞം, കൊച്ചി എന്നീ സുപ്രധാന തുറമുഖങ്ങൾക്ക് സമീപം കപ്പൽ നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവയുൾപ്പെടെയുള്ള സമുദ്ര മൂല്യശൃംഖല വിപുലീകരിക്കുക എന്നതാണ് കേരളം ലക്ഷ്യമിടുന്നത്. അദാനി MSC വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട അദാനി ഗ്രൂപ്പിന്റെ അപേക്ഷ സർക്കാരിന്റെ പരിഗണനയിലാണ്. ഇതിനിടെയാണ് ടാറ്റയുടെ കടന്നുവരവ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.